നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് പോവും. റീപോളിംഗ്, ഈ ബൂത്ത് 2 റീപോളിംഗ് വേണമെന്നാണ് BJP പറയുന്നത്. അത്രത്തോളം കള്ളവോട്ട്, 100ഓളം കള്ളവോട്ട് നടന്നു എന്നുള്ള ആരോപണമാണ് നടക്കുന്നത്. എന്തായാലും സംഘർഷത്തിന് ഒരു അയവും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഒരു വശത്ത് CPM പ്രവർത്തകർ നിൽക്കുമ്പോൾ മറുവശത്ത് പോലീസുമായിട്ട് തർക്കിക്കുകയാണ് BJP പ്രവർത്തകർ. തിരുവനന്തപുരം മഞ്ചൂരിലാണ് വലിയ രീതിയിലുള്ള സംഘർഷം. CPM BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷം നടക്കുന്നത്. കള്ളവോട്ട് പെരുമാറിയതിന്റെ പേരിൽ പരാതി കൊടുത്തിട്ട് ഈ നിമിഷം അവരാണ് അവരെല്ലാരും ഈ ബൂത്ത് ഓഫീസ് എന്ന് പറഞ്ഞ് കെട്ടിയിരിക്കുന്നത്. ഇതെല്ലാം കയ്യേറ്റം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എല്ലാം കയ്യേറ്റം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അവര് കംപ്ലീറ്റ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നടപടിയെടുക്കില്ല. നടപടിയെടുക്കും. അല്ല ഇലക്ഷനിൽ നടപടി നടപടിയെടുത്തേ രാവിലെ മുതല് ഇത്രയും ഇന്ന് രാവിലെ മുതല് സ്ഥാനാർത്ഥി നേരിട്ട് ഇവിടെ നിന്നുകൊണ്ട് വരുന്ന ആൾക്കാർ ആ ഓഫീസിൽ ക്യാൻവാസ് ചെയ്ത് സ്ലിപ്പ് കൊടുക്കുന്നു. ഇവരെ കൺമുമ്പില് 3-4 ലക്ഷം നേരിട്ട് പറഞ്ഞു സാറേ അവിടെ നിന്ന് ക്യാൻവാസ് സ്ലിപ്പ് കൊടുക്കുന്നു. പോളിംഗ് സ്റ്റേഷന്റെ ഫ്രണ്ടില് പോലീസ് ഒരു നടപടിയിട്ടില്ല. ഇവര് നോക്കി കൂട്ടിയിരുന്നു. ഇപ്പൊ ഈ ചെറുക്കനെ ആ ട്രാൻസ്ലേറ്റ് ഗുണ്ടകളെ അതിനകത്ത് ഇറക്കി വിടുന്ന ഇവരെ ഫ്രണ്ടിലടിച്ചു. ഇവർ നടപടിക്കാൻ തയ്യാറാവുന്നില്ല. ഇവര് പറയുന്നത് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതാണ്. ഈ പിഞ്ചു കുഞ്ഞിനെ ഉൾപ്പെടെ അറസ്റ്റ് ഇപ്പൊ ഈ കുഞ്ഞിനെ ആക്രമിച്ചവരെ എല്ലാവരും കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം. വേറെ ഒരു നടപടികൾ നമ്മുടെ പേരറിയില്ല. ആക്രമിച്ചവർ ജാതി പറഞ്ഞാണ് അനുശമിച്ച ജാതി പറഞ്ഞ് അനുശമിച്ചാണ് ആക്രമിച്ചത്. അതിന് നടപടി എടുക്കാതെ ഇവിടെ മാറില്ല, പിരിയില്ല. ഈ നോട്ടിയിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ചെയ്യില്ല. കുഞ്ഞിനെ തിരുവനന്തപുരം വഞ്ചൂരിലാണ് BJP പ്രവർത്തകർ റോഡിൽ നിന്ന് പ്രതിഷേധിക്കുന്നത്. CPM ട്രാൻസ്ജെൻഡർ പ്രവർത്തകർ BJP പ്രവർത്തകനെ മർദ്ദിച്ചുവെന്നാണ് അവരുടെ ആരോപണം. RB സനൂപ് ചേരുന്നുണ്ട്. RB സനൂപ്, ഒരു തരത്തിൽ പോലീസ് ഇടപെട്ടിട്ട് പോലും ഒരു തരത്തിലും സംഘർഷത്തിന് ഒരു അയവ് വന്നിട്ടില്ല. നിലവിലത്തെ ഒരു സാഹചര്യം എന്താണ് അവിടെ? ഈ BJP പ്രവർത്തകർ, മർദ്ദനമേറ്റ BJP പ്രവർത്തകർ ഇപ്പോഴും ഈ വഞ്ചൂർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പരാതി നൽകിയാൽ മാത്രമേ ഇവരെ അറസ്റ്റ് ചെയ്യൂന്നാണ് പോലീസ് ഇപ്പോൾ ഇവരെ അറിയിച്ചത്. പക്ഷേ അവിടെ നിന്ന് നടപടി തൊട്ട് അപ്പുറത്തായിട്ടാണ് ഈ തങ്ങളെ മർദ്ദിച്ചവർ എടുക്കുന്നത്. എന്നിട്ട് പോലും നടപടിയെടുക്കാതെ മുമ്പ് പോലീസ് ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് BJP പ്രവർത്തകൻ വൈശാഖിനാണ് മർദ്ദനമേറ്റത്. വൈശാഖ്, എന്താണ് പറ്റിയത്? എന്താണ് പറ്റിയത്? നിന്നെ കാണിച്ചു തരാവടി, പിന്നെ അവിടുന്ന് ഇത് കഴിയട്ടെന്ന്. ചേട്ടാ, 100 മീറ്റർ പരിധിയിലാണ് ബൂത്ത് ഓഫീസ് പാടുള്ളത്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം, അവർ ഗുണ്ടായിസം കാണിക്കണം. അവരെ പോലീസാണ്, അവരെ ഭരണമാണ്. അവര് 10 മീറ്റർ പരിധിയിലാണ്, മീറ്റർ എടുത്ത് അളന്നു നോക്കും. 10 മീറ്റർ പരിധിയിലാണ് ബൂത്ത് ഓഫീസ് തുറന്നു വെച്ചിരിക്കുന്നത്. സംഘർഷം തുടങ്ങാനുള്ള കാരണം എന്താണ്? കള്ളവോട്ട്. ഒരാൾ 90 വോട്ടൊക്കെ ചെയ്തിരിക്കുന്നു. തന്നെ മർദ്ദിക്കാൻ എന്താ കാരണം? കള്ളവോട്ട് തടഞ്ഞതിന് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലേ? ഞങ്ങൾ വോട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഇവിടെ അല്ല കള്ളവോട്ട്. ഞാൻ ഇവിടെ ഏരിയ പ്രസിഡന്റാണ്. ഈ കള്ളവോട്ട് തടഞ്ഞതിനാണ് തങ്ങളെ മർദ്ദിച്ചു എന്നാണ് അവരിപ്പോൾ പറയുന്നത്. ഈ നടപടി എടുക്കണം. ഈ മർദ്ദിച്ച ഏരിയ പ്രസിഡന്റ് കൂടിയാണ് ശോഭലതയും ശോഭലതയുടെ മകൻ വൈശാഖിനെയും ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞിനെയും മർദ്ദിച്ചു എന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. ട്രാൻസ്ജെൻഡർ പ്രവർത്തകർ ഉൾപ്പെടെ വന്നാണ് മർദ്ദിച്ചത്. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തായിട്ട് അവരിപ്പോഴും അവിടെ നിൽക്കൊണ്ട് അവരെ പക്ഷെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് തയ്യാറാവുന്നില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വഞ്ചൂർ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു ഈ ആക്രമണമെന്നാണ് ഇവരുടെ ആരോപണം. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള നടപടി ഇല്ലാതെ പിന്മാറില്ല. പക്ഷേ പോലീസ് പറയുന്നത് പരാതി എഴുതി നൽകിയാൽ നടപടി എടുക്കാമെന്നാണ് പോലീസ് ഇപ്പോൾ ഇവരെ അറിയിച്ചിട്ടുള്ളത്.
ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷം ആണ് തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഇപ്പോഴും നടക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ സംസാരിച്ചുവെങ്കിലും പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ പോലീസിനായിട്ടില്ല. അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി.